വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. മരുഭൂമിയിൽ പാഴ്ചെടി മാത്രമേ മുളക്കുള്ളൂ. എന്താ പോരെ പോരെ, മുതലായില്ലേ ആ ഒരായത്ത്? എന്താ പോരെ, ആ ഒരായത്ത് മതി ബുദ്ധിയുള്ളവർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിന്തിക്കണം. വൽബലദു ത്വയ്യിബ് ആരോ അല്ല, വിശുദ്ധ ഖുർആൻ. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. അപ്പൊ നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ നല്ല ഭൂമിയാകണം. പെണ്ണ് 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 ഭൂമി തന്നെയാണ്. നിസാഉക്കും ഹർസുൽ ലക്കും എന്ന വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഹിബത്ത് തരികയാണ്. സദസ്സിന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കും അല്ലാഹു ഹിബത്ത് തരികയാണ്. അല്ലാഹു ഹിബത്ത് തന്ന ഒരാശയം ഞാൻ നിങ്ങളെ മുന്നിൽ പറയുന്നു. റബ്ബിന്റെ ഒരു ഹിബത്ത് ഞാൻ നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നു. ഒരായത്തിൽ പറഞ്ഞു വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി. നല്ല വൃക്ഷം ഉണ്ടാകണമെങ്കിൽ നല്ല ഭൂമിയാകണം. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. സിനിമാ നടിമാരെ കല്യാണം കഴിച്ചവർക്ക് നട്ടമാണ്. ഫാഷൻ ലേഡിയെ, സൊസൈറ്റി ലേഡിയെ കല്യാണം കഴിച്ചവർക്ക് നട്ടമാണ്. ഖസിറദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവും പോയി, ആഖിറവും ദുനിയാവും പോയി. എന്തുകൊണ്ട് ദുനിയാവ് പോയി? ഇവൾക്ക് തികയൂല, ഇവൾക്ക് തികയുകയില്ല. അയലത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉടുത്ത വസ്ത്രത്തിന്റെ ധാരാളിത്തത്തിലേക്ക് നോക്കിയിട്ട് ഇവൾ ഇങ്ങനെ ഓടിക്കും, ഇവനെ ഓടിക്കും. യഖൂലു ഇബ്നു ആദമ മാലി മാലി. മാലിന് വേണ്ടി ഓടേണ്ടി വരും. രണ്ടാമത്തെ സ്വർണത്തിന്റെ കൂമ്പാരം വീട്ടിൽ കൊണ്ടുപോയി വെച്ചാലും ഈ സൊസൈറ്റി ലേഡി അവനോട് പറയും, അയലത്തെ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് എന്നേക്കാൾ ധനമുണ്ട്, എന്നെക്കാൾ ഭർത്താവ് നേടിക്കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേണ്ട, നിങ്ങൾ അത്ര ഒരു സ്മാർട്ടല്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ചാടണം. ഒന്നും കൂടി ചാടിയാൽ മാത്രമേ നമുക്ക് അവരെ മുന്നിൽ കയറാൻ കഴിയുകയുള്ളൂ എന്ന് ഭാര്യ പ്രേരിപ്പിക്കും. സൊസൈറ്റി ലേഡിമാരെ കല്യാണം കഴിച്ചവർക്ക് ഖസിറദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവും പോയി, ആഖിറവും പോയി. നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, പോയിട്ടുണ്ട്, പോയി. കാരണം വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി. ആ ആയത്തിനെ ഞാൻ ബന്ധിക്കാൻ വേണ്ടിയാണ്. പെണ്ണ് മക്കൾ കൃഷിയിടത്തുമാണെന്നാ പറഞ്ഞത്. ഭാര്യമാർ കൃഷിയിടമാണെങ്കിൽ മക്കൾ മുളയാണ്. കൃഷിയിടമെന്ന ഭൂമിയാണ്. നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. അതുകൊണ്ട് ഫൾഫർ ബിദാത്തിദ്ദീൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ ഈജിപ്തിൽ നിന്ന് കൈറോവിലേക്ക് മദിയനിലേക്ക് നാട് വിട്ടുപോകുന്ന രംഗമാണ് ഈ പറയുന്നത്. വലമ്മാ വറദമാ മദിയന. മദിയനിലെ വെള്ളത്തടാകത്തിന്റെ അരികിലെത്തിയപ്പോൾ വജദ അലൈഹി ഉമ്മത്തം മിനന്നാസ് യസ്ഖൂൻ. കുറെ ആളുകൾ ആടിനും പശുവിനും ഒട്ടകത്തിനും വെള്ളം കൊടുക്കുന്നത് കണ്ടു. വജദ മിൻ ദൂനിഹിം ഇംറഅതൈനി. രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നതും കണ്ടു. ചിന്തിക്കാണ്ട് ഇവിടെയൊക്കെ രണ്ട് പെണ്ണുങ്ങളെ, ആണുങ്ങളെ കൂട്ടത്തിൽ നിന്നും പെടാതെ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. വൈകുന്നേരമാകാൻ തുടങ്ങി, മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ടോ കാല, ഉടനെ ഈ പെണ്ണുങ്ങളെ, ഈ സ്ത്രീകൾ, ഈ അബലകളായ പെണ്ണുങ്ങളെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് മാ ഖത്ബുക്കുമാ, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ. കാലത്താ പെണ്ണുങ്ങൾ പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്തിറ റിയാ. ഈ ഇടയന്മാര് പിരിഞ്ഞു പോകുന്നവരെ ഞങ്ങൾ വെള്ളം കൊടുക്കാറില്ല. ഞങ്ങളെ ബാപ്പാന്റെ പ്രത്യേകമായ ഉപദേശമാണ്, ആണുങ്ങളോട് കൂടിക്കലരാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ്. എന്നാലോ എന്നാ പിന്നെ വാപ്പാക്ക് വെള്ളം കൊടുക്കാൻ വന്നൂടെ? വാപ്പാക്ക് വരാൻ പറ്റില്ല. അബൂന ശൈഖുൻ കബീർ. വാപ്പ വൃദ്ധനാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശുഐബ്. ഫസഖാലഹുമാ. അവിടെ ഒരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറക്കല്ലിനെ മാറ്റിവെക്കുകയും ബഹുമാനപ്പെട്ട 10 ആള് പിടിച്ചാൽ പൊങ്ങാത്ത പാറക്കല്ല് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം പാറക്കല്ല് മാറ്റിവെക്കുകയും ബഹുമാനപ്പെട്ട മൂസ നബി അവർക്ക് ഫസഖാലഹുമാ, അവർക്ക് വെള്ളം കൊടുത്ത പെണ്ണുങ്ങളെ വേം പറഞ്ഞയച്ചു. സുമ്മ തവല്ല ഇലല്ലില്ലി, പിന്നെ ഒരു വൃക്ഷത്തിന്റെ തണലേക്ക് മാറി നിന്നു. ഫഖാല, എന്നിട്ട് വൃക്ഷത്തിലേക്കിന്റെ ചുവട്ടിലേക്ക് മാറി നിന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എന്തെങ്കിലും ഒരു ഖൈർ എനിക്ക് തരാനുണ്ടെങ്കിൽ ഇപ്പൊ തരണം എന്ന് പറഞ്ഞു. ഖൈർ കിട്ടുകയും ചെയ്തു. ആ ഖൈറാണ് ബഹുമാനപ്പെട്ട സയ്യിദത്ത് സഫൂറ ബീവി റളിയല്ലാഹു അൻഹ.
രണ്ട് വിഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി മടങ്ങി വരുന്നുണ്ട്. തംഷി അലസ്തിഹ്യാഇൻ, വളരെ ലജ്ജയോട് കൂടിയാണ് ആ പെണ്ണ് വരുന്നത്, വളരെ ലജ്ജയോടുകൂടെ വരുന്നുണ്ട്. കാലത്താ, നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ എന്താ ലജ്ജ എന്ന് ഇവിടെ പറയാൻ കാരണം, കാനത്ത് മുസ്തതിറതം മിനസ്സിയാബി, വസ്ത്രങ്ങളിലൊക്കെ പൂർണ്ണമായി മറഞ്ഞുകൊണ്ടാണ് ഈ പെണ്ണ് വന്നത്. പൂർണ്ണമായി ആ പെണ്ണ് വസ്ത്രം ധരിച്ചിരുന്നു. ആ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു ഭാഗവും പ്രത്യക്ഷമായിരുന്നില്ല. ഇതാണ് ലജ്ജാവതിയായ പെണ്ണ്. ലജ്ജാവതിന് പാട്ടുപാടിയാ പോരാ, ലജ്ജാവതിന് പാട്ടുപാടിയിട്ട് നിക്കറിട്ട് തുള്ളിയാ പോരാ. ഇത് മനസ്സിലാക്കണം, ഇത് വളരെ ചിന്തിക്കണം. ഹലസ്തിഹ്യാഇൻ, ലജ്ജയോടുകൂടെ വന്നു. കാലത്താ, എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഇന്ന അബീ യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങള് ഞങ്ങൾക്ക് പ്രവാചകന്മാരെ മക്കൾ, അങ്ങനെ പ്രവാചകന്മാര് ഒരാളെ കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും അവർക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കും. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തെന്ന ഈ ഉപകാരത്തിന് കൂലിക്ക് വേണ്ടി നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശുഐബ് നബിയുടെ മകൾ വന്നിട്ട് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ബഹുമാനപ്പെട്ട ശുഐബ് നബി പറഞ്ഞു, ആ വിഷയം പോയി പറഞ്ഞപ്പോൾ ശുഐബ് നബിയുടെ അരികിലെത്തി തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, നീ രക്ഷപ്പെട്ടിട്ടുണ്ട്, ബേജാറാവണ്ടെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശുഐബ് നബി പറഞ്ഞു. ഖാലത്ത് ഇഹ്ദാഹുമാ, അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, യാ അബതിസ്തഅ്ജിർ ഇന്ന മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, വീട്ടിലേതായാലും ആട് മേക്കാൻ ഒരാൾ വേണമല്ലോ, ഇയാളെ നിർത്തലാണ് നല്ലത് എന്നൊരു പെണ്ണ് ബഹുമാനപ്പെട്ട ശുഐബ് നബിയോട് പറയുകയും ചെയ്തു. ഒരാളെ വീട്ടിൽ നിർത്താൻ രണ്ട് യോഗ്യതയും അയാൾക്കുണ്ട്. ഒന്ന് അയാൾ അൽ ഖവിയു, ആരോഗ്യമുള്ളവനാ, അൽ അമീനു, വിശ്വസ്തനുമാണ്. ഈ രണ്ട് യോഗ്യതയും ഇയാൾക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശുഐബ് നബിയുടെ മകള് പറഞ്ഞു എന്ന് പറയുന്നു. ഇത് പറയുന്നപ്പോൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലഹ അബൂഹ, ഇത് വിശ്വസ്തനാണ് എന്ന് പറയാൻ കാരണം എന്തേന്ന്, എന്റെ വിശ്വസ്തനും ശക്തനുമാണ് എന്ന് നീ പറഞ്ഞ എന്തേന്ന് തന്റെ മകളോട്. ഖാലഹ അബൂഹ, ബാപ്പ അന്വേഷിച്ചു, വമാ ഇൽമുക ബിദാലിക, ഇയാൾ വിശ്വസ്തനാ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോ കാലത്തിലഹു, ബഹുമാനപ്പെട്ട ശുഐബ് നബിയോട് മകൾ പറഞ്ഞു, ഇന്നഹു അസാല സഖറത്തല്ലത്തി ലാ യുതീഖു ഹംലുഹാ ഇല്ലാ അശറത്തു റിജാലിൻ, 10 ആൾക്ക് പൊക്കാൻ കഴിയാത്ത പാറക്കല്ല് അദ്ദേഹം നീക്കി കാണിച്ചു. 1 2 വഇന്നി ലമ്മ, അതുകൊണ്ടാണ് ശക്തനാന്ന് പറഞ്ഞത്. വഇന്നി ലമ്മ ജീതു മഅഹു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടപ്പോ തഖബ്ദംതു അമാമഹു, വഴി കാണിക്കാൻ വേണ്ടി ഞാൻ മുന്നിലാണ് നടന്നത്. ഫഖാലലി, എന്നോട് അദ്ദേഹം പറഞ്ഞു, കൂനി മിൻ വറായി, പെണ്ണാണ് ബേക്കിൽ നടക്ക്. ഫഇദഖ്തലഫ അലയ്യ ത്വരീഖു, വഴി എനിക്ക് അറിയാതെയായാൽ ഫഹദിഫി ലി ബിഹസാത്തിൻ, കല്ലെടുത്തിട്ട് വേഗം ഒരു കല്ലെടുത്തിട്ട് വഴിയുടെ ഭാഗത്തേക്കൊന്ന് എറിഞ്ഞു കാണിച്ചെന്നാ മതി, മിണ്ടുക പോലും വേണ്ടാന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ശുഐബിനോട് പറഞ്ഞു അലൈഹിസ്സലാം. അപ്പനാണ് ശുഐബ് നബി അലൈഹിസ്സലാം അടുത്ത വാക്ക് പറയുന്നത്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബിനതയ്യ ഹാതൈനി, അല്ലാതെ ഷാർജയിൽ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ പേരിലല്ല. ഇന്നിപ്പോ നമുക്കുള്ള വില അതാണ്. ഷാർജയിൽ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹിമാലയ ചിട്ടി കമ്പനിക്ക് പകരം വേറൊരു ചിട്ടി കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ, ഒരു ഹിമാലയം പൊളിഞ്ഞപ്പോൾ മറ്റൊരു എവറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള മഹത്വം. പൈസന്റെ സാധനമുണ്ട്, ബാക്കി എന്താണെങ്കിലും വേണ്ടില്ല, ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ളിടത്താണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ 2 വിഭാഗം ആളുകളും, ഒന്നാമതായി മക്കൾ നന്നാവണമെങ്കിൽ അതിപ്രധാനമായി ആ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഭാര്യ നന്നാവണം. സ്വന്തം മക്കളുടെ ഉമ്മയായ തന്നെ നല്ല ഭൂമി നോക്കിയിട്ട് വിളവിറക്കിയാൽ മാത്രമേ നിനക്ക് ലാഭമുണ്ടാവുകയുള്ളൂ, വിളവ് തിരിച്ചു ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് വിത്തെറിയുന്നത് പോലെയാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുക? ദീന് നോക്കി കല്യാണം കഴിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ചുരുക്കം കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് വിഷയം പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ചുരുക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്യുക? ഒരാൾ കല്യാണം കഴിച്ചു, മക്കൾ ഉണ്ടാകണമെങ്കിൽ സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണം. മക്കൾ ഉണ്ടായാലും പോരാ, വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മക്കൾ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വഹീഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി
ലൗ അന്ന അഹദക്കും ഇദാ അറാദ അൻ യഅതിയ അഹദഹു അഹ്ലഹു, ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ ഖാല, അയാൾ പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. അല്ലാഹുവിന്റെ നാമത്തിലല്ലാതെ ഭാര്യയെ സ്പർശിക്കാൻ പോലും പാടില്ല. തന്നെ മക്കളും സ്വാലിഹാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ചെറുപ്പക്കാര് ചിന്തിക്കണം. ഇപ്പൊ നല്ല ഒരു ആവേശത്തിന്റെ കാലമാണ്. ഇതിന്റെ പേരിൽ ജീവിതം തൊലച്ചു കളയരുത്. ജീവിതം തൊലഞ്ഞു പോകും. മക്കള് മോശമായാൽ അതിനും ബഹുമാനപ്പെട്ട ദീൻ അതിന് അസാസ് അടിത്തറ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ അടിത്തറയെന്ന് പുറകോട്ട് പോയാൽ പിന്നെ നാശങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖാല, തന്റെ ഇദാ അറാദ അൻ യഅതിയഹു, ഭാര്യയുടെ അടുത്ത് ചെല്ലാൻ ഉദ്ദേശിച്ചാൽ പോലും തൊടുന്നതിന് മുമ്പ് തന്നെ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം പറയണം. എന്നിട്ട് മക്കളുടെ കാര്യം പറയണം. അല്ലാഹുമ്മ ജന്നിബ്നശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കളെ ശൈത്താനെ തൊട്ട് ഒഴിവാക്കാനുള്ള പ്രാർത്ഥന തുടങ്ങി. ഇപ്പൊ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഭാര്യ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിനോട് പറയുന്നത് ഉണ്ടാവുന്ന മക്കളെ ശൈത്താനെ തൊട്ട് ഒഴിവാക്കണമേന. നിങ്ങൾ ചിന്തിക്കണം, മക്കൾ ഉണ്ടായിട്ട് മാത്രമല്ല ഈ പറയുന്നത്, ഉണ്ടായിട്ട് പറയും, പിന്നീട് ഞാൻ അക്കാര്യം പറയാം. മക്കളുണ്ടാകുന്നതിന് മുമ്പ് ഇതാ അറാദ അൻ യഅതിയ അഹ്ലഹു, തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ തന്നെ പറയണം അല്ലാഹുമ്മ ജന്നിബ്നശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. നോക്കൂ, നിങ്ങൾ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അപ്പൊ മക്കൾ ഉണ്ടായിട്ടില്ല, അതിനു മുമ്പ് തന്നെ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു, ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ, ഈ ബന്ധത്തിൽ വലതും കുട്ടി എനിക്കാണെങ്കിൽ ലം യളുറഹു ശൈത്വാനുൻ, ആ കുട്ടിയെ ആ ബന്ധത്തിലൂടെ ശൈത്താൻ സ്പർശിക്കുകയില്ല എന്നതാണ് അതിന്റെ താല്പര്യം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് ഭാര്യയെ സമീപിക്കത്തൊടുക? നോക്കൂ, അത് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം പറയുന്ന ഒരു ഹദീസ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല അഗ്ലിഖ് ബാബക വദ്കുർ ഇസ്മല്ലാഹി അലൈഹി. റൂമിൽ കയറി വാതിലടക്കുമ്പോൾ വദ്കുർ ഇസ്മല്ലാഹി അലൈഹി, വാതിലടക്കുമ്പോൾ പോലും ബിസ്മി ചൊല്ലണം. വത്ഫി മിസ്ബാഹക, നീ വിളക്ക് കെടുത്തുമ്പോൾ പോലും വദ്കുർ ഇസ്മല്ലാഹി അലൈഹി, ബിസ്മി ചൊല്ലണം. എങ്കിൽ മാത്രമേ പിന്നെ അവിടെ നടക്കുന്ന ഏത് കാര്യത്തിനും റബ്ബിന്റെ തിരനോട്ടം ഉണ്ടാവുകയുള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇതാണ് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. വഅഗ്ലിഖ് ബാബക വദ്കുർ ഇസ്മല്ലാഹി അലൈഹി വത്ഫി മിസ്ബാഹക, നീ വിളക്ക് കെടുത്തുക, വാതിലടക്കുക. അപ്പോഴൊക്കെ വദ്കുർ ഇസ്മല്ലാഹി അലൈഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാവൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഗർഭമുണ്ടായാൽ പിന്നെ ഹസനാത്ത് വർദ്ധിപ്പിക്കണം. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് ഭാര്യ ഗർഭിണിയാകുന്നതോടുകൂടെ സാറ സ്വായിമ ഹത്താ തളഅൽ ഹംല, സാറ സ്വായിമ ഹത്താ തളഅൽ ഹംല, ഭാര്യ പ്രസവിക്കുന്നവരെ അദ്ദേഹം നോമ്പ്. അങ്ങനെയായിരുന്നു. നോക്കൂ, ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ് സക്കരിയ നബിക്ക് അലൈഹിസ്സലാം, മനസ്സിലാവുന്നില്ലേ? ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ് ഈ യഹ്യ എന്ന കുട്ടി ഉണ്ടാവുന്നത്. ഈ കുട്ടിയെ വയറ്റിലുണ്ടായ ഉടനെ ഫലമ്മാ ഹമലത്ത് സൗജതുഹു ബി യഹ്യ, യഹ്യ എന്ന കുട്ടിയെ കൊണ്ട് ഭാര്യ ഗർഭിണിയാവുന്നതോടുകൂടെ സാറ സ്വായിമ, അദ്ദേഹം നോമ്പിൽ പ്രവേശിച്ചു. ഏതുവരെ നോമ്പ് നോറ്റു എന്നറിയാം? ഹത്താ തളഅൽ ഹംല, പെണ്ണ് ഗർഭം പ്രസവിക്കുന്നത് വരെ നോമ്പ് നോറ്റു. വലാ യതകല്ലമു അഹദ, ഒരാളോട്ട് മിണ്ടാതിരിക്കുകയും ചെയ്തു. വയഖറഉ തൗറാത്ത വയദ്കുറുല്ലാഹ കസീറ. മനസ്സിലാക്കണം. അപ്പൊ ഇണകൾ, ഭാര്യ ഭർത്താക്കന്മാർ ഗർഭകാലഘട്ടത്തിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗർഭിണി മാത്രം ചെയ്താൽ പോരാ, ഗർഭത്തിന് കാരണക്കാരനായ പുരുഷനും ആ കാര്യം ചെയ്യേണ്ടതാണ്. മക്കൾ സ്വാലിഹീങ്ങളായി തീരണമെങ്കിൽ വളരെ ചിന്തിക്കണം. ഇവിടെ നമുക്ക് രണ്ട് പാടുണ്ട്. ഒന്ന്, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഗർഭിണിയാവുന്നതോടുകൂടെ ഗർഭത്തിന് കാരണക്കാരനാണ് ആര്? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ കുട്ടിയല്ലേ അത്? സാറ സ്വായിമ, അദ്ദേഹം എന്തു ചെയ്തു? നോമ്പിൽ പ്രവേശിച്ചു. ഏതുവരെ നോമ്പ് വെച്ചെന്നറിയോ? 9 ചില്ലാനം മാസം. ഹത്താ തളഅൽ ഹംല, ഗർഭം. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഗർഭം പ്രസവിക്കുന്നത് വരെ നോമ്പ് നോറ്റു. വലാ യതകല്ലമു അഹദ,
നോമ്പിന്റെ സീസണിൽ ആരോടുമായിട്ട് മിണ്ടൂല്ല. വയഖറഉ തൗറാത്ത, എപ്പോഴും തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കും. യദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിന് കൂടുതൽ ദിക്ർ ചൊല്ലും. ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഭാര്യയും ഭർത്താവും ഗർഭത്തിന്റെ സീസണിൽ അള്ളാഹുവിന്റെ വേണ്ടി സ്തുത്യർഹമായ ആരാധനകൾ, നോമ്പ് ഒരു ഉദാഹരണമാണ്. സ്വതക്ക, നോമ്പ്, ഖുർആനോത്ത്. വളരെ ചിന്തിക്കണേ. ദുന്യവിയായ സംസാരങ്ങൾ കുറക്കണം. ദുന്യവിയായ സംസാരങ്ങൾ കൂടിയാൽ തന്നെ ആ ഗർഭത്തിലേക്ക് പിശാച് കേറുമെന്ന് ഖുർആനിലുണ്ടല്ലോ. മിനന്നാസ് മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയാ. മനുഷ്യന്മാരുടെ മോശപ്പെട്ട ലക്ഷണമാണ് അവർ പറയുമ്പോഴൊക്കെ എപ്പോഴും ദുന്യാവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കൽ. അവരെ മോശത്തിന്റെ ലക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഹസ്ബുഹു ജഹന്നം, അത്തരം ആളുകൾക്ക് ജഹന്നം ഉണ്ടാകുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ മോശമാകാൻ കാരണമാകും എന്റെ കൂടുതൽ സംസാരവും ദുന്യാവിനെ പറ്റിയാവുക. അതൊക്കെ അങ്ങോട്ട് കുറച്ചിട്ട് ആ ഗർഭത്തിന്റെ സീസണിൽ ഭാര്യയും ഭർത്താവും ഖുർആനോത്ത്, ദിക്ർ ചെല്ലൽ, ഇതിന്റെ ഒക്കെ നിയ്യത്ത് എങ്ങോട്ട്? ഈ മകൻ സ്വാലിഹും സ്വാലിഹത്തും ആകണം. അപ്പോൾ മാത്രമേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴല്ലേ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. വിശദീകരിക്കണില്ല, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഗർഭത്തെ പ്രസവിച്ചാലോ? ഗർഭത്തെ പ്രസവിച്ചാൽ വളരെ ചിന്തിക്കണം വിശ്വാസികളെ. പ്രസവിച്ച കുട്ടിയെ അതിന്റെ ശരീരത്തിൽ നിന്ന് വൃത്തികേടുകൾ നീക്കി അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം അതിന്റെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ആരോ ഏതോ ഒരു പുസ്തകത്തിൽ ബാങ്ക് മാത്രം കൊടുത്താൽ മതി എന്ന് എഴുതി കണ്ടു. ചില പുസ്തകങ്ങളൊക്കെ ജനങ്ങളെ നശിപ്പിക്കാൻ കൂടിയുള്ളതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതോ ഒരു പുസ്തകത്തിൽ അങ്ങനെ കണ്ടു, ഒരു പുസ്തകത്തിൽ ആരോ എഴുതി വെച്ചത് കണ്ടു. അങ്ങനെ ബാങ്ക് കൊടുത്താൽ മതി, ഇഖാമത്ത് കൊടുക്കേണ്ടതില്ല. രണ്ടും വേണം. ബഹുമാനപ്പെട്ട ഹദീസ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. മുസ്തഫ നബി കാണിച്ചിട്ടുണ്ട്. ഫുഖഹാ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലത്തെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇടത്തെ ചെവിയിൽ അവിടെയും നിസ്കാരത്തിന്റെ കാര്യമാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കാരം കേൾപ്പിക്കുക. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാനവുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള തൂണാണ് എന്ത്? നിസ്കാരം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാ. എക്കാലത്തും അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കരുത്തു കൊടുത്തത് നിസ്കാരം കൊണ്ടാണ്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും വന്നിട്ട് നബിയെ ഒരു വിഷമുണ്ട്, നമ്മൾ യുദ്ധക്കളത്തിലാണ്, വിഷമാണെന്ന് പറഞ്ഞാൽ വേഗം വാളെടുത്ത് ഓടുകയല്ല റസൂലുള്ളാഹി ചെയ്യുക. സ്വല്ലാ വേഗം നിസ്കരിക്കും എന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശത്ത് ഗ്രഹണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കല്ല മുഹമ്മദ് നബി ചെയ്യുക സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലാ ആകാശത്തെ കറുപ്പ് നീങ്ങുന്നത് വരെ മുഹമ്മദ് നബി നമസ്കരിക്കുമായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ പ്രധാനമായ അതിലേക്കുള്ള ക്ഷണമായ പരിശുദ്ധമായ ബാങ്കും ഇഖാമത്തും വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും നൽകുക. എന്നിട്ട് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹാ കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇദാ ഉലിദ ഫീഹിം മൗലൂദുൻ, ഒരു കുട്ടി ജനിച്ചാൽ ലാ തസ്അലു ഗുലാമൻ വലാ ജാരിയ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്നും ആയിഷ ബീവി അന്വേഷിക്കാറില്ല. തഖൂലു ഖുലിഖ സബിയ, അവയവങ്ങളൊക്കെ ക്ലിയർ അല്ലേ എന്ന് ചോദിക്കും. ഫഇദാ ഖീല നഅം, അതേ എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി പഠിപ്പിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇമാം ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തി തന്റെ അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. ആദാബ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ മക്കൾ എന്നാവില്ല. അപ്പൊ മക്കളെ ആൺകുട്ടിയായാലും വേണ്ടില്ല, പെൺകുട്ടിയായാലും ഉടനെ ജനിച്ചു എന്നറിഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക. എന്നിട്ട് വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക. എന്നിട്ട് പിശാചിനെ തൊട്ട് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുക. ഓർമ്മല്ലേ? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇന്നി ഉഈദുഹാ,
ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ മക്കൾക്കും പിശാചിനെ ഒഴിവാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഫലിക്കുകയും ചെയ്തു. ഈ ലോകത്ത് എല്ലാവരെയും പിശാച് സ്പർശിച്ചപ്പോൾ ഈസ നബിയെ പിശാച് സ്പർശിച്ചില്ലെന്ന് മുഹമ്മദ് നബി. എന്റെ ഉമ്മാന്റെ പ്രാർത്ഥനന്റെ മഹത്വം ഖുർആൻ എടുത്തു പറഞ്ഞ പ്രാർത്ഥന. ബഹുമാന ഈ കുട്ടിയെയും സ്പർശിക്കരുത്, ഈ കുട്ടിയുടെ കുട്ടിയെയും സ്പർശിക്കരുത്. ഈ കുട്ടിയെ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ മക്കളെയും സ്പർശിക്കരുത്. മിനശ്ശൈത്വാനിർ റജീം, പിശാചിനെ തൊട്ട് കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആര്? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഹന്നത്ത് പ്രാർത്ഥിക്കാൻ എന്തേ ഒറ്റക്ക് ഹന്നത്ത് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണം. കുട്ടി ജനിച്ചാൽ ഉടനെ കുട്ടിയെ പിശാചിനെ തൊട്ട് ഒഴിവാക്കി കൊടുക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കൽ ബാപ്പയും ഉമ്മയും ചെയ്യണം. ഉമ്മ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി ഗർഭത്തിലിരിക്കുന്നതോട് കൂടെ കുട്ടിയുടെ ഉപ്പയായ ഇമ്രാൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഉപ്പല്ല, ഈ കുട്ടി യതീമായിട്ടാ ജനിച്ചത്. ആര്? മറിയം ബീവി റളിയല്ലാഹു. മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ ചിന്തിക്കണം അവിടെ കാര്യം. ഇവിടെ ഇനി ഉഈദുഹാനാ പറഞ്ഞു, ഞാന് ഇനി നുഈദുഹാ ഞങ്ങൾ എന്നാ പറയേണ്ടത്, ഭാര്യയും ഭർത്താവും. പക്ഷേ ഞാനെന്ന് എന്തേ പറയാൻ കാരണം എന്നറിയോ? ഞാൻ മാത്രമേ ഉള്ളൂ. ഭർത്താവ് അഥവാ ഈ കുട്ടിന്റെ ഉപ്പ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി. ആരാ കുട്ടിയുടെ ഉപ്പ? മഹാനായ ഇമ്രാൻ എന്ന് പറഞ്ഞ മഹാനായ ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ നോക്കൂ, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയെ ഇടച്ചെവിട്ടിൽ കുട്ടിക്ക് വേണ്ടി റബ്ബിനോട് ഹംദ് ചെയ്യുക. എന്നിട്ട് വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക. എന്നിട്ട് അടുത്ത കാര്യം കുട്ടിക്ക് തഹ്നീക്ക് ചെയ്യുക, മധുരം കൊടുക്കുക. വളരെ ചിന്തിക്കണം, ആദാബ് മുഴുവനും പാലിക്കുക. തഹ്നീക്ക് കൊടുക്കുമ്പോൾ മധുരം കൊടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നല്ല പോലെ മനസ്സിലാക്കണം, ഇത് ചിന്തിക്കണം, ഇതെല്ലാവരും ഉൾക്കൊള്ളുകയും വേണം. വളരെ സ്വഹീഹായ പ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ നോക്കൂ, നിങ്ങൾ മധുരം കൊടുത്താ പോരാ, കൊടുക്കുന്നത് പോലെ കൊടുക്കണം. ഇന്ന് മധുരം കൊടുക്കും, പക്ഷേ കൊടുക്കുന്നത് പോലെ കൊടുക്കാറില്ല എന്നുള്ളത് വളരെ ദോഷകരമായ കാര്യമാണ്. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അള്ളാഹു ഇൽമിനെ നാഫിയാക്കി തരട്ടെ. മറ്റൊരു ലക്ഷ്യമില്ല മുഅ്മിനീങ്ങളെ. അടിസ്ഥാനപരമായി ഈ ഉമ്മത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന നന്മയെ ഉമ്മത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക. അനസ് ബിൻ മാലിക് ഖാല ദഹബതു ബി അബ്ദുല്ലാഹി ബിൻ അബീ ത്വൽഹ. അബൂ ത്വൽഹക്ക് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മുസ്ലിം ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അബൂ ത്വൽഹക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചപ്പോ ഞാൻ ആ കുട്ടിയെയും കൊണ്ട് ഇലാ റസൂലില്ലാഹി, അബൂ ത്വൽഹ ഉണ്ട്, അബൂ ത്വൽഹയുടെ ഭാര്യ ഉമ്മു സുലൈമുണ്ട്. ഞാൻ വേഗം കുട്ടിയെ എടുത്ത് ശുദ്ധീകരിച്ച് വേഗം എന്ത് ചെയ്തു? ഇന്നെ പോയി എന്ന് മാത്രമല്ല, എന്നെ പറഞ്ഞയച്ചു എന്നൊരു ഹദീസിൽ കാണുന്നുണ്ട്. പിന്നീട് ഞാൻ വായിക്കാം. ഹീന ഉലിദ, പ്രസവിച്ച ഉടനെ തന്നെ ഞാൻ ഈ കുട്ടിയെയും എടുത്ത് ഇലാ റസൂലില്ലാഹി, ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി പറയാം മുഅ്മിനീങ്ങളെ, ഞാൻ സംഘടനാ പക്ഷപാതിത്വം ഇവിടെ പറയില്ല, ഉറപ്പാണ് പറയില്ല. അള്ളാഹുവിന്റെ കലാമിന്റെയും തിരുഹദീത്തിന്റെയും ന്യായങ്ങളെ പറയൂ. പക്ഷെ ഈ ന്യായങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഏതെങ്കിലും സംഘടനയുടെ ഓഫീസിൽ ബുദ്ധി പണയം വെച്ചിട്ട് ഈ സദസ്സിൽ വരരുത്. ഇത് നിഷ്പക്ഷമായി ഞാൻ നിങ്ങളോട് പറയാം. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ആദാബുകളും ബറക്കത്തുകളൊക്കെ എടുത്തു പോയത് മക്കൾ നശിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരൊക്കെ ഉണ്ടല്ലോ, ബാപ്പയായ അബൂ ത്വൽഹ ഉണ്ട്, അബൂ ത്വൽഹയുണ്ട്, അബൂ ത്വൽഹയുടെ ഭാര്യയായ ഉമ്മു സുലൈമുണ്ട്. എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം? അവർ രണ്ടാളും കുട്ടിയെ എനിക്ക് തന്നു, കുട്ടിയെയും കൊണ്ട് ഇലാ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. ഫഖാല ഹൽ മഅക തംറുൻ, നിന്റെ കയ്യിൽ കാരക്ക ഉണ്ടോന്ന് റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു. കാരക്ക ഉണ്ടെന്ന് പിന്നെയുള്ള ഹദീസിൽ കാണാം. ഫഖുൽതു നഅം, കാരക്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫനാവൽതുഹു തംറാത്തിൻ, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിക്ക് കാരക്കകൾ കൊടുത്തു. ഫഅൽഖാഹുന്ന ഫീഹി, ആ കാരക്ക വേഗം റസൂലുള്ളാഹിന്റെ വായിലിട്ടു. എന്നിട്ട് ഫലാക്കഹുന്ന, അതിന് റസൂലുള്ളാഹി അങ്ങനെ ചവച്ചു, നല്ല പോലെ ചവച്ചു. ഞാൻ കൊണ്ടുപോയി കൊടുത്ത കാരക്ക റസൂലുള്ളാഹി വായിലിട്ടിട്ട് ചവച്ചു. എന്നിട്ട് കുട്ടിയുടെ വായ അങ്ങോട്ട് പിളർത്തി. കുട്ടിയുടെ വായ പിളർത്തി. എല്ലാവരും ചിന്തിക്കണം, അല്ലാഹു സാക്ഷിയാണ്. ഞാൻ സ്വഹീഹ് മുസ്ലിമിൽ നിന്നും സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നും ബോധ്യപ്പെട്ട ഈ നന്മ നിങ്ങളെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ.
കുട്ടിയെ ജനിച്ചപ്പോ കുട്ടിന്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട്, അവരാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ കുട്ടിയെയും കൊടുത്ത് ഹബീബിന്റെ അരികിൽ ചെന്നു. കാരക്ക കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഹബീബിന്റെ കയ്യിലേക്ക് കാരക്ക കൊടുത്തു. ഹബീബ് അത് വേഗം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് അത് വേഗം വായിലിട്ടു. എന്നിട്ട് ഫലാക്കഹുന്ന നല്ല പോലെ ചവച്ചു. കുട്ടിയുടെ വായ എന്നിട്ട് റസൂലുള്ള പിളർത്തി. ഫമജ്ജഹു എന്നിട്ട് കുട്ടിയുടെ വായിൽക്ക് തുപ്പിക്കൊടുത്തു. ഫമജ്ജഹു ഫമജ്ജഹു മജ്ജാ തുപ്പിഹു ഫമജ്ജഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് തന്റെ വായയുടെ കുട്ടിയുടെ വായിലേക്ക് തൊപ്പിക്കൊടുത്തു. ഫജഅല സ്വബിയു യതമലമലുഹു കുട്ടി ആ തുപ്പുനീരിങ്ങനെ വിഴുങ്ങാൻ തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി ഹബീബായ നബി പറഞ്ഞു, ഹുബ്ബുൽ അൻസാരി അത്തംറു, അൻസാരിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കാരക്കയല്ലേ, അതാണ് ഞാൻ കാരക്ക തെരഞ്ഞെടുത്തത്. അൻസാരിങ്ങൾ ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ, ഹിജ്റ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിലാണ് ജനിക്കുക എന്ന് മുഹമ്മദ് നബി. ഹിജ്റ ഉണ്ടായതുകൊണ്ട് മക്കയിൽ ജനിച്ചതാ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ലൗലൽ ഹിജ്റതു ലകുൻതു റജുലൻ മിനൽ അൻസാർ, അൻസാരിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ കാരക്ക തെരഞ്ഞെടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന് വേറൊരു ഹദീസിൽ കാണുന്നത് റസൂലുള്ള തുപ്പുനീർ ഇങ്ങോട്ട് എടുത്തു എന്നാ. ആദ്യം തുപ്പുനീർ എടുത്തു, എന്നിട്ട് തുപ്പുനീർ അങ്ങോട്ട് തുപ്പൽ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ തന്നെ ഹദീസ് അങ്ങനെയാണ്. കാലൊക്കെ പുരോഗമിച്ചില്ല, ഇനി ഇങ്ങനെ പറയണോ ഇങ്ങനെ പറയണം. നിങ്ങളൊന്നും ഇതിന്റെ പിന്നാലല്ലെങ്കിലും വലൗഹദി, ഞാൻ എന്റെ പിന്നാലെ. എന്റെ മുത്തുനബി അങ്ങനെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല അവിടെ നിലകൊള്ളാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. വളരെ നല്ലോണം മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ഞാൻ വേറെ ഹദീസ് കൂടി കാണിക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന ഇബ്നുൽ അബീ ത്വൽഹ യസ്തകി, ഈ കുട്ടി ഉണ്ടാവാൻ കാരണം പറയാ സ്വഹീഹ് മുസ്ലിം തന്നെ, സ്വഹീഹ് മുസ്ലിം തന്നെ, സ്വഹീഹ് മുസ്ലിം തന്നെ. കാന ലി ഇബ്നി അനസ് ബിൻ മാലിക് കാന ഇബ്നുൽ അബീ ത്വൽഹ യസ്തകി, അബൂ ത്വൽഹക്ക് നേരത്തെ രോഗമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഫഖറജ അബൂ ത്വൽഹ, അങ്ങനെ അബൂ ത്വൽഹ ഒരിക്കൽ വീട്ടിൽ നിന്ന് എന്തോ കച്ചവട ആവശ്യത്തിന് പോയി. ഫഖുബില സ്വബിയു, അങ്ങനെ കുട്ടി മരിച്ചു. ഫലമ്മാ റജഅ ഇലാ അഹ്ലിഹി, അങ്ങനെ അബൂ ത്വൽഹ മടങ്ങി വന്നപ്പോ ഖാല, അബൂ ത്വൽഹ ചോദിച്ചു, മാ ഫഅല ഇബ്നി, കുട്ടി എങ്ങനെയുണ്ട്? ഖാലത്ത് ഉമ്മു സുലൈം ഭാര്യ പറഞ്ഞു, ഹു അസ്കനു മിമ്മാ കാന, മുമ്പുള്ളതിനേക്കാൾ സമാധാനത്തിലാണ് ഇപ്പോ എന്ന് പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം, മുമ്പത്തേക്കാൾ സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞു. ഫഖറബത ഇലൈഹിൽ അശാ, എന്നിട്ട് അവള് രാത്രിയിലെ ഭക്ഷണം എടുത്തു കൊടുത്തു. ഫതഅശ, എന്നിട്ട് അവര് അബൂ ത്വൽഹ ഭക്ഷണം കഴിച്ചു. സുമ്മ അസാബ മിൻഹാ, പിന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. ഫലമ്മാ ഫറഗ, എല്ലാം ഭാര്യയുമായുള്ള ബന്ധവും ശാരീരിക ബന്ധവും എല്ലാം കഴിഞ്ഞപ്പോ കാലത്ത് ഭാര്യ പറഞ്ഞു, വാറു സ്വബിയ, കുട്ടിയെ മറവ് ചെയ്തിട്ടുണ്ട്, കുട്ടി മരിച്ചു എന്നാണ് ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അബൂ ത്വൽഹയോട് സ്വഹീഹ് മുസ്ലിം ഭാര്യ പറഞ്ഞു. ഫലം അബൂ ത്വൽഹക്ക് ഇത് വിഷമമായി. ഇതൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഈ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുകയോ ഭാര്യയുമായി ബന്ധപ്പെടുകയോ ചെയ്യില്ലല്ലോ. വളരെ വിഷമമായി. റസൂലുള്ളാഹിനോട് കേസ് പറയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ അബൂ ത്വൽഹ ഹബീബായ നബി ഫലമ്മ അസ്ബഹ അബൂ ത്വൽഹത അതാ റസൂലുള്ളാഹി, എന്റെ ഭാര്യ എങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി ചെന്നു. ഫഅഖ്ബറഹു, ഉണ്ടായ കാര്യമൊക്കെ ഹബീബായ നബിയോട് പറഞ്ഞു. ഫഖാല, അപ്പ ഹബീബ് ചോദിച്ചു, അറസ്തുമുൽ ലൈല, ആ രാത്രി നിങ്ങൾ, ഈ കഴിഞ്ഞ രാത്രി നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഈ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടോ എന്ന് ചോദിച്ചു. ഫഖാല നഅം, ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. ഫഖാല, അല്ലാഹുമ്മ ബാരിക് ലഹുമാ, അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് ചെയ്യുന്ന റസൂലുള്ള പ്രാർത്ഥിച്ചു. ഫവലദത് ഗുലാമൻ, അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഈ കുട്ടി അബ്ദുല്ലാഹി ഇബ്നു അബീ ത്വൽഹ. ആ കുട്ടിയെ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ ഫഖാല ലി അബൂ ത്വൽഹ, കുട്ടി ജനിച്ചപ്പോ യഹ്മിൽഹു, കുട്ടിയെയും ചുമന്നു കൊണ്ടുപോകാൻ കൽപ്പിച്ചു. ഹത്താ തഅതിയ ബിഹി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബഅസത് മഅഹു തംറാത്തിൻ, അവർ കുറച്ച് കാരക്കയും തന്നേച്ചു. ആ വിഷയം തന്നെ പറയുന്നത്. ഫഅഖദഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമഅഹു ഷൈഉൻ ഖാലു തംറാത്തിൻ ഫഅഖദഹു നബിയ ഫമലഅഹാ, വായിലിട്ട് ചവച്ചു. സുമ്മ അഖദഹാ മിൻ ഫീഹി, പിന്നെ വായെന്നെടുത്തു. ഫജഅലഹാ ഫീ ഫമിസ് സ്വബിയ്യി, കുട്ടിയുടെ വായിലേക്ക് ഉമിനീര് കയറ്റി കൊടുത്തു. വസമ്മാഹു അബ്ദുല്ലാഹ്, എന്നിട്ട് ഹബീബായ നബി കുട്ടിക്ക് പേര് വെക്കുകയും ചെയ്തു. ഈ ഹദീസിന്റെ വിശദീകരണത്തിന് ശ്രദ്ധിക്കുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം, വളരെ ശ്രദ്ധിക്കണേ, ഈ ബഹുമാനപ്പെട്ട ശറഹ് മുസ്ലിം പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇത്തഫഖൽ ഉലമാഉ, ലോകത്തെ ആലിമീങ്ങൾക്കൊക്കെ ഏകോപന അഭിപ്രായമാണ്. നോക്കൂ നിങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനം, ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇത്തഫഖൽ, വളരെ ശ്രദ്ധിക്കണേ,
കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കാതെ പോകരുത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇത്തഫഖൽ ഉലമാഉ, ആലിമീങ്ങൾക്ക് ഏകോപിച്ച അഭിപ്രായമാണ് അലസ്തിഹ്ബാബി തഹ്നീക്കിൽ മൗലൂദി, കുട്ടിക്ക് മധുരം കൊടുക്കണം ഇൻദ വിലാദത്തിഹി ബിതംറിൻ, കാരക്ക ചാലിച്ചു കൊടുക്കണം, കാരക്ക കൊണ്ട് മധുരം കൊടുക്കണം. ഫഇൻ തഅذറ, വിഷമകരമായാലോ, കാരക്ക ലഭിക്കാൻ വിഷമകരമായാൽ ഫമാ ഫീ മഅനാഹു, ശ്രദ്ധിക്കണേ, കാരക്കക്ക് വേറെയും പ്രത്യേകത ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു കാരക്ക, അല്ലെങ്കിൽ പിന്നെ നല്ലതാണ് എൻ്റെ സംസം പറ്റും. അതേപോലെ തന്നെ മധുരം എന്ന നിലവാരത്തിൽ കൊടുക്കാൻ ഏറ്റവും പ്രധാനം തേനാണ്. മുസ്തഫ റസൂലുള്ളാഹിക്ക് തേന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു എന്നതുകൊണ്ട് ഫമാ ഫീ മഅനാഹു, അതിന്റെ ആ നിലവാരത്തിലുള്ളതൊക്കെ കൊടുക്കുക. പിന്നെ വഖരീബി മിൻഹു മിനൽ ഹൽവി, നല്ല ഹലവിയാത്ത്, നല്ല മധുരമുള്ളതൊക്കെ കൊടുക്കുക. ഫയൽമഉൽ മുഹന്നികു, ശ്രദ്ധിക്കണേ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുതേ. ആദ്യം മധുരം കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഫയൽമഉൽ മുഹന്നികു, മധുരം കൊടുക്കുന്ന ആൾ അതൊന്ന് ചവക്കണം. അപ്പൊ ഈ റസൂലുള്ളാഹിക്ക് മാത്രമല്ല എല്ലാവർക്കുള്ള നിയമമാണ് ഈ പറയുന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം വായിക്കുക, ശറഹ് മുസ്ലിം. അത് അള്ളാൻ റസൂൽ ചെയ്തു പോയത് മുഅജ്ജത്താന്ന് പറയണ്ട, ഹബീബായ റസൂലുള്ളാഹിൽ നിന്ന് വലിയ സുന്നത്താണിത്. ഫയൽമഉൽ മുഹന്നികു, മധുരം കൊടുക്കുന്ന ആൾ ആദ്യം അതൊന്ന് ചവക്കണം. ഹത്താ തസീറ മായിഅതൻ, അതൊരു ദ്രവരൂപത്തിലാകുന്നത് വരെ. ബിഹൈസു തുബ്തലഉ, അതിനെ വിഴുങ്ങാവുന്ന അവസ്ഥയിലേക്ക് വരുത്തണം. സുമ്മ യുഫ്തഹു ഫമുൽ മൗലൂദി, പിന്നെ കുട്ടിയുടെ വായെ പിളർത്തണം. വയലഉഹാ ഫീ ഫീഹി, അതിലേക്ക് അത് ഇട്ട് കൊടുക്കണം, അതിലേക്ക് ഈ തുപ്പി നീരിട്ട് കൊടുക്കണം. ലിയദ്ഖുല ശൈഉം മിൻഹാ ജൗഫഹു, കുട്ടിയുടെ ഉള്ളിലേക്ക് അത് കേറാൻ വേണ്ടി. വയുസ്തഹബ്ബു, സുന്നത്തായ കാര്യമാണ്. അൻ യകൂനൽ മുഹന്നികു മിനസ് സ്വാലിഹീന, അൻ യകൂനൽ മുഹന്നികു മിനസ് സ്വാലിഹീന, അവിടെ നിൽക്കുന്ന ഏതോ വയറ്റാട്ടിയല്ല അത് ചെയ്യേണ്ടത്. നല്ലോണം ചിന്തിക്കണം. ഇത് വീട്ടിലുള്ള, അവിടെ ആശുപത്രിയിലുള്ള നേഴ്സല്ല, ഇത്ര കൈയുള്ള നേഴ്സല്ല അത് ചെയ്യേണ്ടത്. മുസ്ലിം നാമധാരിയായ ഏതോ ആശുപത്രിയിൽ ഔറത്ത് മറക്കാതെ നടക്കുന്ന നേഴ്സല്ല അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫാസിഖത്തല്ല അത് ചെയ്യേണ്ടത് എന്നല്ല. പരിസരത്തെവിടെയും സാലിഹ്യങ്ങൾ അസ്ലഹ് ഉണ്ടെങ്കിൽ, ഏറ്റവും വലിയ സാലിഹ് ഉണ്ടെങ്കിൽ, അവർ സാലിഹ് ആണെങ്കിൽ തന്നെ അയാളുടെ അരികിലേക്ക് പറഞ്ഞേക്കണം. കാരണം ഈ കുട്ടിയെ പറഞ്ഞയച്ചവർ മുഴുവനും സ്വാലിഹീങ്ങളാണ്. എന്നിട്ടും അവരെക്കാൾ സ്വാലിഹായ മുഹമ്മദ് നബി, നോക്കൂ, വയുസ്തഹബ്ബു അൻ യകൂനൽ മുഹന്നികു, തഹ്നീക്ക് ചെയ്യുന്ന ഈ മധുരം കൊടുക്കുന്ന ആള് സ്വാലിഹാകണം. മിനസ് സ്വാലിഹീന വമിമ്മൻ യുതബറകു ബിഹി, ഒരു ബർക്കത്തിന്റെ അഹ്ലുകാരനാകണം. ബർക്കത്ത് ദീനല്ലേ, അഥവാ അഹ്ലുബൈത്ത് അല്ലെങ്കിൽ ഉലമാ, ബർക്കത്തിന്റെ അഹ്ലുകാരും മുത്തഖീങ്ങളും ഉലമാവും അഹ്ലുബൈത്തും ഒക്കെയാണ്. അങ്ങനത്തെ ആളുകളാവണം. റജുലൻ കാന അവിംറഅ, ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല. ഫഇല്ലം യകുൻ ഹാളിറൻ, അങ്ങനത്തെ ഒരാൾ ഇവിടെ ആശുപത്രിയിലോ വീട്ടിലോ ഇല്ലെങ്കിൽ, പ്രസവിച്ച സ്ഥലത്ത് അങ്ങനത്തെ ഒരാളെ കിട്ടാല്ലെങ്കിൽ അയാളുടെ അടുത്തേക്ക് ഈ കുട്ടിയെ ചുമന്ന് കൊണ്ടുപോകണം. ആശുപത്രിയിൽ വെച്ച് മധുരം കൊടുക്കല്ല വേണ്ടത്. അവിടെ സാലിഹില്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് സാലിഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഹുമില ഇലൈഹി എന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് മഹാനായ യഹ്യ ഇബ്നു ശറഫുൻ നവവി തന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. തമാശ പറയല്ല. ഈ ബോധമൊന്നും ഏകദേശം ഇപ്പൊ ഇന്നത്തെ സീസണിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മക്കൾ നന്നാവണമെങ്കിൽ അതിനൊക്കെ ആദാബുകളുണ്ട്. ആ ആദാബ് നഷ്ടപ്പെട്ടു പോയാൽ വളരെ ചിന്തിക്കണം. ഞാൻ വേറൊരു ഹദീസ് പറയാ. അൻ ഇശാമിൻ അൻ അബീഹി അൻ അസ്മാ അന്നഹാ ഹമലത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ബിമക്ക, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ ഗർഭം ധരിച്ചുകൊണ്ട് അസ്മാ ബീവി മദീനയിൽ വന്നു. ഫഖറജതു വഅന മുതിമ്മുൻ, അസ്മാ ബീവി പറയാണ്, എനിക്ക് ഗർഭം പൂർത്തിയായപ്പോൾ ഞാനാണ് ഹിജ്റ പോയത്. ഫഅതൈതുൽ മദീന, ഗർഭിണിയായി ഞാൻ ഹിജ്റ ചെന്നു. ഫനസൽതു ബി ഖുബായിൻ, ഖുബാ പള്ളിന്റെ അടുത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫവലത്തുഹു ബി ഖുബായിൻ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന എന്റെ കുട്ടിയെ ഞാൻ ഖുബായിന്റെ പള്ളിന്റെ അടുത്ത് വെച്ചിട്ടാണ് പ്രസവിച്ചത്. സുമ്മ അതൈതു റസൂലല്ലാഹി, പിന്നെ കുട്ടിയെ എടുത്തിട്ട് ഞാൻ നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. ഫവലഅഹു ഫീ ഹജ്രിഹി, വേഗം അത് റസൂലുള്ളാഹിന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. സ്വഹീഹ് മുസ്ലിം.
വെച്ചു കൊടുത്തു. അങ്ങനെ റസൂൽ കുറച്ച് കാരക്ക വിളിച്ചു. ആ കുട്ടിയുടെ വായിലേക്ക് തുപ്പിക്കൊടുത്തു. എന്റെ കുട്ടിയുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നത് റസൂലുള്ളാഹിന്റെ തുപ്പ് നീരായിരുന്നു എന്ന് സ്വഹീഹ് മുസ്ലിം അൻ അസ്മാ റളിയല്ലാഹു അൻഹാ അസ്മാ ബീവി പറയുന്നുണ്ട് സ്വഹീഹ് മുസ്ലിം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹദീസിൽ പറയുന്നുണ്ട് ഇവിടെ താഴെ ഇവിടെ ഒരുപാട് മഹത്വങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ മഹത്വം പറയുന്നുണ്ടല്ലോ. വമിൻഹാ അതിൽപ്പെട്ട മഹത്വം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ആദ്യം കടന്നത് അള്ളാഹു റസൂൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വാലിഹിന്റെ തുപ്പുനീരാണ് എന്നതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഈ ഹദീസിന്റെ താഴെ ശറഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും നോക്കാവുന്നതാണ്. ഇവിടെ കൂട്ടിക്കെട്ടി പറയേണ്ട സംഗതി ഇല്ല. ഇവിടെ വളരെ വ്യക്തമായും സത്യമായും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുഹദീസും ഈ പുരുഷാരത്തെ മുൻനിർത്തി സത്യമായി പറയാണ്. അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾക്ക് എന്നെ പിടികൂടാവുന്നതാണ്. അള്ളാഹു തആല പിടികൂടുന്ന രൂപത്തിൽ കളവ് പറയലിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു? കുട്ടിയെ നമ്മൾ ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. കുട്ടിയുടെ മേലിൽ നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തു. പിന്നെ നമ്മൾ കുട്ടിക്ക് സ്വാലിഹിനെ കൊണ്ട് മധുരം കൊടുപ്പിച്ചു. പിന്നെ എന്ത് ചെയ്യുക? അൻ മുആവിയത റളിയല്ലാഹു അൻ ലമ്മാ ഉലിദ ലി ഇയാസുൻ ദഅഉതു നഫറൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി. കുട്ടി ജനിച്ചപ്പോൾ സ്വഹാബികളെ പതിവ് പറയാൻ എനിക്കൊരു കുട്ടി. ഇമാം ബുഖാരി ഇത് അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റെ വകയല്ല, ഇമാം ബുഖാരി അദബിൽ രേഖപ്പെടുത്തിയതാണ്. ഒരു സ്വഹാബി പറയുന്നു, എന്റെ കുട്ടി ഇയാസ് ജനിച്ചപ്പോ ഞാൻ വേഗം സ്വഹാബികളെ വിളിച്ചു. അന്ന് തന്നെ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചിട്ട് അവർ ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് പറയുന്നത്. അവര് ദുആ ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അവരെ ദുആക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നക്കും ഖദ് ദഅവതും, നിങ്ങളൊക്കെ ദുആ ചെയ്തല്ലോ. ഫബാറകല്ലാഹു ലക്കും ഫീമാ ദഅവതും, നിങ്ങൾ ദുആ ചെയ്തതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വഇന്നി ഇൻ അദ്ഉ, ഞാനും ദുആ ചെയ്യാണ്. ഫഅമ്മിനു, എന്റെ അതിഥികളായ നിങ്ങൾ ആമീൻ പറയണമെന്ന് പറഞ്ഞു. ഫദഅഉതു ലഹു, എന്നിട്ട് ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടി ബിദുആഇൻ കസീരിൻ, ഒരുപാട് ദുആ ചെയ്തു. ഫീ ദീനിഹി വഅഖ്ലിഹി, ഫീ ദീനിഹി, ഈ കുട്ടിയുടെ ദീൻ അധികരിക്കാനും വഅഖ്ലിഹി, കുട്ടിയുടെ ബുദ്ധി അധികരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, മിസ്കീന്മാർ, സ്വാലിഹീങ്ങൾ, മുഖറബീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനൊരു വഴി തുറന്നു വെച്ചു എന്ന് മാത്രം. മക്കളുണ്ടായതിന്റെ പേരിൽ നേരെ അങ്ങോട്ട് അളകാപുരിയിലേക്ക് പോവല്ല വേണ്ടത്, മഹാറാണിയിലേക്ക് പോവല്ല വേണ്ടത്. അങ്ങനെയൊക്കെ കമ്പനി കൂടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തില്. മഹാറാണിയിലും അളകാപുരിയിലും പോയിട്ട് മക്കളുണ്ടായിട്ട് കമ്പനി കൂടുന്നവരുണ്ട്. എന്നൊരു കമ്പനി വേണ്ട, ഭാര്യ പ്രസവിച്ചല്ലോ, ഒരു കമ്പനി വേണ്ടേന്ന്. കമ്പനി എന്താ കമ്പനി? നാട്ടിലുള്ള എല്ലാ തമ്മാടികളെയും കൂട്ടി വിളിച്ചിട്ട് അവർക്ക് വേണ്ടത് അതല്ല വേണ്ടത്. എനിക്ക് കുട്ടി ജനിച്ചപ്പോ ഞാൻ ദഅഉതു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നാട്ടിലെ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, മിസ്കീനായ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, താനും പ്രാർത്ഥിക്കുക. ഇതാണ് പ്രത്യേകത എന്ന് അസ്ഹാബ് റസൂലില്ലാഹി പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ അദബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ പരിമിതമാണ് സമയം. അടുത്ത കാര്യം, കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറുക്കുക, കുട്ടിയുടെ മുടി കളയുക. അനായിഷ റളിയല്ലാഹു അൻഹാ قال رسول الله صلى الله عليه وسلم كل مولود رهينة بعقيقة تذبح عنه يوم السابع. എല്ലാ കുട്ടിയും ബന്ധിതരാണ്. അഖീഖത്ത് അറുക്കലിനോട് കുട്ടി ബന്ധിതനാണ്. തുദ്ബഹു അൻഹു യൗമ സാബിഇ, കുട്ടിയെ ഏറ്റവും അഫ്ളലായ സുന്നത്താണ്, എന്നും അറുക്കാവുന്നതാണ്. കുട്ടി ജനിച്ചാൽ ഏറ്റവും അഫ്ളലായ കാര്യം കുട്ടിയുടെ ജനിച്ചതിന്റെ ഏഴാം നാൾ ഈ ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കുക. കുട്ടി ജനിച്ചതിന്റെ ഏഴാം നാൾ കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറുക്കുകയും കുട്ടിയുടെ വയുമാതു അൻഹുൽ അദാ വയുഹ്ലഖു റഅസഹു, കുട്ടിയുടെ തലമുടി കളയുകയും ചെയ്യുക എന്ന് നോക്കൂ. തലമുടി കളയുക,
കുട്ടിയുടെ ആണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്നുണ്ട്. അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാലു യാ റസൂലല്ലാഹ് യൻസുകു അഹദുനാ അൻ വലദിഹി, ഞങ്ങള് പിന്നെ കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറുക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു. ഫഖാല, ഹബീബ് പറഞ്ഞു, മൻ അഹബ്ബ മിൻകും അൻ യൻസുക അൻ വലദിഹി ഫൽയഫഅൽ, ചെയ്യുന്നവരൊക്കെ ചെയ്യണം, അത് പ്രധാനപ്പെട്ട സുന്നത്താന്ന് പറഞ്ഞു. അനിൽ ഗുലാമി ഷാത്താനി, ഏറ്റവും അഫ്ളലായ സുന്നത്ത് ആൺകുട്ടിയാണെങ്കിൽ 2 ആട്. വഅനിൽ ജാരിയത്തി ഷാത്തുൻ, അബൂ ദാവൂദ് നസായിയുമേ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള മൃഗങ്ങൾ, ഉളഹിയത്തിന്റെ മൃഗങ്ങളെ മുഴുവനും ഇതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഏറ്റവും അഫ്ളലായ കാര്യം ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. ഇതാണ് സുന്നത്ത് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഖീഖത്ത് അറുക്കുക, കുട്ടിയുടെ മുടി കളയുക, എന്നിട്ട് മുടിയെ തൂക്കുക. മുടിയുടെ കനത്തിനനുസരിച്ച്, മുടിയുടെ തൂക്കത്തിനനുസരിച്ച് കഴിവ് പോലെ വെള്ളിയോ സ്വർണമോ അതിന്റെ തത്തുല്യമായ വില പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുക. കുട്ടിയുടെ മുടി കളഞ്ഞിട്ട് വലിച്ചെറിയല്ല, വലിച്ചെറിയുന്നതിന് മുമ്പ് തൂക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ തലമുടിയുടെ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വളർന്നതായി ആദ്യം ഒഴിവാക്കിയതല്ലേ, അതിന്റെ ഘനമനുസരിച്ച്, അതിന്റെ തൂക്കമനുസരിച്ച്, വെള്ളിയോ സ്വർണമോ കഴിവനുസരിച്ച് ആ കുട്ടിക്ക് വേണ്ടി ദാനം ചെയ്യുക, സദഖ ചെയ്യുക, കുട്ടിയുടെ ഖൈറിന് വേണ്ടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിക്ക് വേണ്ടി അടുത്തതായ കാര്യം, നല്ലൊരു പേരിടുക. സാനിയ മിർസ എന്നല്ല, ഇനിയിപ്പോൾ ആ പേര് കുറച്ച് പ്രചാരത്തിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പേര് തുടങ്ങിയാൽ മതി. കുറച്ച് പേര് അസ്ഹർ എന്ന് പേരിട്ട് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായല്ലോ. എന്തേ, ആ കാലത്ത് ഏറ്റവും വലിയ നജ്മുൽ ലാഇബ്, ഏറ്റവും വലിയ നായിബായ നജ്മ്, ഏറ്റവും വലിയ നക്ഷത്രം, ഏറ്റവും വലിയ താരം ആരായിരുന്നു? അങ്ങനെയാണല്ലോ പറയാ. ഏറ്റവും വലിയ താരം അന്ന് ആരായിരുന്നു? അസ്ഹറുദ്ദീൻ ആയിരുന്നു. അസ്ഹറിന് പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഔട്ടായി. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പേരിടാൻ പൂതിയുണ്ട്, പിന്നെ എന്തോ വിചാരിച്ചിട്ട് പേരിടുന്നില്ല എന്ന് മാത്രം. ഏതായാലും അങ്ങനെയാണ് മിക്കവാറും പേരുകളൊക്കെ. വളരെ ചിന്തിക്കണം. പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്നവർ വിഡ്ഢികളാണ്. പേരല്ലേ പ്രധാനം. അല്ലാഹു പറഞ്ഞില്ലേ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അല്ലാഹുവിന്റെ പേരിനെ നീ മഹത്വമാക്കുക. സബ്ബിഹില്ല എന്നല്ല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ഒരായത്തെ റബ്ബിന്റെ നാമം പ്രധാനല്ലേ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നാമത്തെ വാഴ്ത്തുക. വേറൊരായത്തെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖന, അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക. നാമം പ്രധാനമാണ്. നാമത്തിൽ എന്തിരിക്കുന്നു എന്നൊക്കെ വിഡ്ഢികളായ സൊസൈറ്റിയിലെ വിഡ്ഢികളെ പറയൂ. നല്ല നാമമാകണം. നല്ല ഒരു പേര് വെക്ക. കുട്ടി നന്നാവാനുള്ള മാർഗമാണ് ഈ പറയുന്നത്. നല്ല പേര് വെക്കുക, കുട്ടിക്ക് നല്ല പേര് വെക്കുക. ഉഷാറായ നാമം പ്രധാനമാണ്. അല്ലാഹു മനുഷ്യർക്ക് ആദ്യം നൽകിയ നാമത്തിന്റെ വിജ്ഞാനമല്ലേ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء. നാമം എത്ര തവണയാ പറഞ്ഞത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. നാമം പ്രധാനം തന്നെയാണ്. അവൻ നല്ല നാമം പരമപ്രധാനമാണ്. നല്ല നാമം ഇടുക, നല്ല ഉഷാർ. ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഫലമ്മാ വളഅത് ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ വലൈസ ദകറു കൽ ഉൻസ ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ വല്ലാഹു അഅലമു ബിമാ വളഅത് വലൈസ ദകറു കൽ ഉൻസ വഇന്നി സമ്മൈതുഹാ മറിയം. ഈ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേര് വെച്ചു. അവരുടെ ഭാഷയിൽ, അക്കാലത്തെ മധ്യേഷ്യയിൽ ിരുന്ന അവരുടെ ഭാഷയിൽ മറിയം എന്നാൽ അൽ ആബിദ, മതഭക്ത എന്നായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ കബീർ കൊടുക്കുന്നുണ്ട്. മറിയം എന്ന് പേര് വെച്ചു. ഇന്നി സമ്മൈതുഹാ. അപ്പൊ പേര് വെക്കണ കാര്യം ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പേര് മാത്രമല്ല, പേര് വെക്കുന്ന കാര്യം ഖുർആൻ. ഇതെന്തിനാ ഇതൊക്കെ ഖുർആൻ പറഞ്ഞത്? നമുക്ക് ഇങ്ങനെ കേവലമുള്ള കഥ കേൾക്കാനല്ല, ഇവിടൊക്കെ ആശയമുണ്ട്. പേര് വെക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, പേര് വെക്കേണ്ട ആൾ ഉമ്മയല്ല, ഉമ്മയേക്കാൾ ബുദ്ധി വാപ്പാക്കാണ്. കാന
കുന്ന നാഖിസാതി അഖലിൻ വദീനിൻ, പെണ്ണിന് ബുദ്ധി കമ്മിയാണെന്ന് മുഹമ്മദ് നബി. എന്റെ മുഖത്തേക്ക് നോക്കണ്ട, നാളെ സമരൊന്നും ഉണ്ടാക്കണ്ട ആരും. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊരു പക്ഷേ നമ്മളെ ഭാര്യക്ക് നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടാവും. ചില ആളുകളൊക്കെ വിചാരിക്കണത് ഈ ഹദീസൊക്കെ ഔട്ടായിട്ടുണ്ട്, ഇന്ന് ബുദ്ധി പെണ്ണിനാണ് കൂടുതൽ, നമ്മളെ വീട്ടിൽ ഭാര്യക്ക് നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടല്ലോ. അത് ഹദീസ് തെറ്റിയതുകൊണ്ടല്ല, നമുക്ക് ശരാശരി ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശരാശരി ബുദ്ധി ഇല്ലാന്നാ മനസ്സിലാക്കേണ്ടത്. പെണ്ണിന് ഇപ്പോഴും ബുദ്ധി കമ്മി തന്നെയാണ്. കുന്ന നാഖിസാതി അഖലിൻ വദീനിൻ, പെണ്ണിന് ബുദ്ധി കമ്മിയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ 1,24,000 അമ്പിയാക്കന്മാർ വന്നിട്ട് ഒരു സംവരണ സീറ്റ് പോലും കൊടുത്തിട്ടില്ലല്ലോ. ഒരു സംവരണ സീറ്റ് 10 വാർഡ് ഒരു പഞ്ചായത്തിലുണ്ടായാൽ ഒരു 2 വാർഡെങ്കിലും പെണ്ണിന് കൊടുക്കും. ഇത് 1,24,000 സംവരണ സീറ്റില് ഏറ്റവും വലിയ ഭരണാധികാരിയായ അല്ലാഹു തആല ഒരു സംവരണ സീറ്റ് പോലും പിഴച്ചിട്ട് കൊടുത്തില്ല, കൊടുത്തില്ല. എന്തുകൊണ്ട്? കുന്നനാഖിസാതി അഖലിൻ വദീനിൻ. എന്റെ മൊത്തയ്ക്ക് നോക്കിയിട്ട് കാര്യമല്ല, ഇതൊക്കെ സത്യമാണ്. സത്യത്തെ മണ്ണിടാൻ നോക്കണ്ട. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനത്തിന് പിന്നിലും തന്ത്രമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അപ്പൊ പേരിടേണ്ടത് ഉപ്പാ കുടുംബമാണ്. മറിയം ബീവിക്ക് പേരിട്ടത് ഹന്നത്ത് വഴിയാണ് റളിയല്ലാഹു അൻഹ. എന്തേ ഹന്നത്ത് പേരിടാൻ കാരണം? നേരത്തെ ഞാൻ പറഞ്ഞു, ബാപ്പ നേരത്തെ വിച്ചുപോയി. അപ്പൊ നല്ല പേരിടണം. ആബിദത്തൻ വ ഇന്നി സമ്മൈതുഹാ മറിയമ, മറിയം എന്ന പേര് വെച്ചു. അത് തന്നെയല്ലേ ആ പേരിനൊക്കെ സ്വാധീനമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ വ മറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അസ്വനത് ഫർജഹ വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഖുർആൻ പറഞ്ഞ ഏറ്റവും ഭക്തയാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു. അപ്പൊ ഇതിലൊക്കെ സ്വാധീനം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നോക്കൂ, ചില ഹദീസുകൾ കാണിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർദാഇ ഖാല, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബി അസ്മാഇകും അസ്മാഇ ആബായികും, നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പമാരുടെയും നിങ്ങളുടെയും പേര് ചേർത്താണ് ഖിയാമത്ത് നാളിൽ വിളിക്കുക. ഇന്നകും തുദഊന യൗമൽ ഖിയാമ, നിങ്ങളെ അന്ത്യനാളിൽ വിളിക്കപ്പെടും ബി അസ്മാഇകും, നിങ്ങളെ നാമവും വ അസ്മാഇ ആബായികും, ബാപ്പമാരുടെ നാമവും. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅകും, നിങ്ങൾ നിങ്ങളുടെ നാമങ്ങളെ ഭംഗിയാക്കണമെന്ന് മുഹമ്മദ് നബി. മുസ്ലിമിന്റെ വേറൊരു ഹദീസ് കാണാം, അഫ്ളലു അസ്മാഇർ റിജാലി അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ, ദൈവദാസൻ എന്നറിയിക്കുന്നതാണ് ഏറ്റവും നല്ല നാമം. ഏറ്റവും നല്ലത് അബ്ദുല്ലാഹ്, അബ്ദുർറഹ്മാൻ, അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ കബീർ, അബ്ദുർറഹ്മാൻ, അബ്ദുല്ലാഹ്, അബ്ദുർറഹ്മാൻ, അബ്ദുസ് സമദ്. അബ്ദ് ആണാണെങ്കിൽ ആണുങ്ങൾക്ക് പ്രത്യേകമായ ഏറ്റവും പ്രധാനപ്പെട്ട പേര്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മഹത്വമായ പേരുകളുണ്ടല്ലോ. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗീയ വനിതകളിൽ നേതാക്കൾ. ഒന്ന് ആസിയ ബിൻത്, ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, 2 ഫാത്തിമ ബിൻത് മുഹമ്മദ്, 3 ആസിയ ബിൻത് മുസാഹിം, 4 മറിയം ഇബ്നതു ഇമ്രാൻ. 4 പേരാണ് വിശുദ്ധ ഖുർആൻ പ്രധാനമായി ഊന്നൽ നൽകിയ, ഹബീബായ റസൂലുള്ളാഹി ഊന്നൽ നൽകിയ സ്വർഗീയ വനിതകളിൽ നേതാക്കൾ 4 പെണ്ണുങ്ങളാണ്. ഒന്ന് പറയൂ. ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, 2 ഫാത്തിമ ബിൻത് മുഹമ്മദ്, 3 ആസിയ ബിൻത് മുസാഹിം, 4 മറിയം ഇബ്നതു ഇമ്രാൻ. ഇങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയ, ഹദീസ് പരിചയപ്പെടുത്തിയ പേര് ഇടുക പെണ്ണുങ്ങളാണെങ്കിൽ. ആണുങ്ങളാണെങ്കിൽ അതേപോലെ അഫ്ളലു അസ്മാഇർ റിജാലി അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ. അത് മാത്രമല്ല, തസമ്മൂ ബി അസ്മാഇൽ അംബിയാഇ, അബൂ ദാവൂദ് അമ്പിയാക്കന്മാരെ പേരിടാം. ഇബ്രാഹിം, ഇസ്ഹാഖ്, യാഖൂബ്, യൂനുസ്, ഹൂദ്, സാലിഹ്, ഇങ്ങനെ അങ്ങോട്ട് പേരിടുക തന്നെ. മോശപ്പെട്ട പേരാണെങ്കിൽ പരിചയപ്പെട്ടവർ പേര് മാറ്റണം. സ്വഹീഹ് മുസ്ലിം. അനി പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. അതൊക്കെ നല്ല നോക്കൂ. അത് ഏത് സമുദായത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്ക്. ഗീത വായിച്ചു നോക്കിയാൽ 2 ആളെ ഞാൻ പറഞ്ഞുതരാം. ഒരാളെ പേര് ധർമ്മപുത്രനാ, ഒരാളെ പേര് ദുര്യോധനനാ.
ഒരാൾ നന്മയുടെ പ്രതീകമായിട്ട് വ്യാസൻ പറയുമ്പോൾ രണ്ടാമത്തെ ആളെ തിന്മയുടെ പ്രതീകമായിട്ടാണ് വ്യാസൻ പറയുന്നത്. ഞാൻ എല്ലാ മതങ്ങളും ഇത് ഉൾക്കൊള്ളിട്ടുണ്ടെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. വളരെ ചിന്തിക്കണേ. വ്യാസമഹർഷി എടുത്തു പറയുന്ന നാമങ്ങളിൽ ഒന്നാണ് ദുര്യോധനൻ. ദുര്യോധനൻ കൗരവന്മാരെ പ്രതീകമാണ്. അയാൾ ആ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു ദുര്യോഗത്തിന് വന്നതാണ് അയാൾ ഇതെന്ന് തോന്നുന്നുണ്ട്. നേരെ മറിച്ച് ധർമ്മത്തിനാണ്, ധർമ്മത്തിന്റെ വക്താവാണ് എന്ന് പഞ്ചപാണ്ഡവന്മാരുടെ നേതാവിന്റെ പേര് ധർമ്മപുത്രൻ എന്നാണ്. അപ്പൊ ഈ നാമത്തിൽ തന്നെ പ്രാധാന്യം എല്ലാ സൊസൈറ്റിയും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ലോകം അംഗീകരിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത നാമങ്ങളുണ്ടെങ്കിൽ മാറ്റണം. സ്വഹീഹ് മുസ്ലിം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വയ്യറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മ ആസിയ, ആസിയ എന്ന പെണ്ണിന്റെ പേര് ആസിയ. എന്താ ആസിയന്റെ അർത്ഥം? ദോഷി. ആ പേര് റസൂലുള്ളാഹി മാറ്റി. റസൂലുള്ളാഹിന്റെ അരികിൽ വന്നപ്പോൾ ഒരു പെണ്ണിന്, ഹിജ്റ വന്ന ഒരു പെണ്ണിന്റെ പേര് ആസിയ എന്നായിരുന്നു. ആ പേര് മാറ്റി റസൂലുള്ളാഹി പറഞ്ഞു അന്തി ജമീല, നീ ജമീലയാണെന്ന്. സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി അന്ന സൈനബ കാന ഇസ്മുഹ ബർറ, സൈനബാവിന്റെ പേര് ബർറ എന്നായിരുന്നു. ബർറ എന്ന് പറഞ്ഞാൽ വെളിസ്ഥലം, പുറമ്പോക്ക് എന്നൊക്കെ അർത്ഥം. പുറമ്പോക്ക്, വെളിസ്ഥലം എന്നാ. അപ്പോൾ ഫസമ്മഹ സൈനബ, സൈനബ എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അങ്ങനെ പല പേരുകളുണ്ട്. വൃത്തികെട്ട പേരുകൾ വളരെ അബദ്ധമാണ്. സ്വഹീഹുൽ ബുഖാരി പറയുന്നുണ്ട് ഇന്ന അഖ്ന ഇസ്മിൻ ഇൻദല്ലാഹി മലികുൽ അംലാക്കി, മലികുൽ അംലാക്ക് എന്ന് പേരിടാൻ പാടില്ല. അവിടെ ബുഖാരി പറയുന്നുണ്ട് ഫി മഅനാഹു ഷാഹിൻ ഷാ, ഷാഹിൻ ഷാ എന്നുള്ള പേര് ഹറാമാണ്. ഷാഹിൻ ഷാ അങ്ങനെ ഉണ്ടല്ലോ പേരൊക്കെ അല്ലേ, ചില ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ. ഷാഹിൻ ഷാ എന്നുള്ള പേരുള്ളവരൊക്കെ ഉടനെ മാറ്റണം. അതൊക്കെ ഹറാമായ പേരാണ്. ഷാഹിൻ ഷാ, ഷാഹി എന്നാൽ രാജാവ്, ഷാഹിൻ ഷാ രാജാക്കന്മാര് രാജാവ്. ലാ മലിക ഇല്ലല്ലാഹ്, രാജാവ് അല്ലാഹു ആകുന്നു. ഇത് രാജാവിന്റെയും രാജാവ് എന്നാ പറഞ്ഞത്. മലിക്കുൽ അംലാക്ക്, മാലിക്കുൽ മുലൂക്ക് എന്ന് പറയും പോലെയാണ് എന്റെ ഷാഹിൻ ഷാ എന്ന് പറയുന്നത്. ഹറാമായ പേരാണ് സ്വഹീഹുൽ ബുഖാരി. അപ്പൊ നാമങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ കുട്ടികൾക്ക് മുല കൊടുക്കണം. والوالدات يرضعن أولادهن حولين كاملين. സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആൻ അൽ ബഖറ 233 വചനം. അൽ ബഖറയുടെ 233 വചനം. പെണ്ണുങ്ങൾ കുട്ടികൾക്ക് മുല കൊടുക്കണം. ഡോക്ടർ സാഹിബ് നേരത്തെ ഇന്നലെയോ മിനിഞ്ഞാനോ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, മുല കൊടുക്കാതിരിക്കൽ സ്തനാർബുദത്തിന് കാരണമാകുന്നുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. അപ്പൊ മുല കൊടുത്തിട്ടില്ലെങ്കിൽ മുല കൊടുക്കാത്ത പെണ്ണിനു തന്നെ ദോഷമുണ്ട്. അതിന് പുറമെ മുലപ്പാലിന് പകരം ഒരു പോഷകാഹാരം ലോകത്ത് വേറെ ഇല്ല. ഒരു കുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതിയാണ് 2 വയസ്സ് കുട്ടിക്ക് മുല കൊടുക്കണം. ഹൗലൈനി കാമിലൈൻ. വൽവാലിദാതു യുർദിഉന ഹൗലൈനി കാമിലൈൻ. 2 വർഷം ആ കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മുല കൊടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുത്. മറ്റെന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടും ആ കാര്യത്തിലുണ്ടെങ്കിൽ സാലിഹത്തായ പെണ്ണുങ്ങളെ മുല കൊടുക്കാൻ ഏൽപ്പിക്കുകയോ മറ്റോ ചെയ്യേണ്ടതാകുന്നു. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതിനാൽ ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സൂക്ഷിക്കലും പ്രധാനമാണ്, വിഷമകരമാണ്, ചെയ്യാവുന്നതാണ്. എങ്കിലും കുട്ടിക്ക് മുല കൊടുക്കൽ മുടക്കരുത്. അതിന് തത്തുല്യമായ ഒരു പോഷകാഹാരം. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു ആനക്കുട്ടിയെ പിടിച്ചു. ആനക്കുട്ടിയെ പിടിച്ചിട്ട് ചെറിയ ആനക്കുട്ടിയെ പിടിച്ച് 40 ദിവസം ആ കുട്ടിയെ പോറ്റി. ഇക്കാലം വരെയുള്ള ആനക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത് പോറ്റിയിട്ട് 40ാം നാള് ആ ആനക്കുട്ടി ചെരിഞ്ഞു പോയത് പത്രങ്ങൾ വെണ്ടക്കയായി പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് ആനയെ നോക്കിയ വൈദ്യന്മാർ അതിന് പറഞ്ഞ വിഷയം, ആന മുലപ്പാലിന് പകരമായി കൊടുക്കാവുന്ന ഒരു സാധനം ഈ കുട്ടിക്ക് ഇതിന് പകരമായി കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുലപ്പാല് കൊടുക്കാത്തത് കൊണ്ടാണ് ആനക്കുട്ടി ചെരിഞ്ഞു പോയത് എന്ന് സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. മുലപ്പാല് കൊടുക്കണം. അതേപോലെ ആൺകുട്ടിയാണെങ്കിൽ ചേലാകർമ്മം ചെയ്യണം. ഖംസും മിനൽ ഫിത്ര. ചേലാകർമ്മം ഫിത്രത്തിൽപ്പെട്ടതാണ്, ശാരീരികമായ വൃത്തികേടാണ്. അത് നീക്കം ചെയ്യൽ നിർബന്ധമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചേലാകർമ്മം ചെയ്യുമ്പോൾ സുന്നത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. 4 ആളെ അറിയ. ഇമാം ബുഖാരി അദബിൽ രേഖപ്പെടുത്തിയ ഹദീസുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സാലിമിന്റെ ചേലാകർമ്മം നടത്തിയപ്പോൾ എന്ത് ചെയ്തു? വദബഹ അലൈനാ കബ്ശ. നല്ല ഒരു ആടിനെ വാങ്ങി അറുത്തു. അതിലേക്ക് ആളുകളെ മുഴുവനും വിളിക്കുകയും ചെയ്തു. ആര്? മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന സ്വഹാബി. വളരെ ചിന്തിക്കണേ. നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക.
കഴിഞ്ഞു. ഇപ്പൊ ഒക്കെ നമ്മള് ഉള്ളതൊക്കെ നമ്മൾ തിന്നാന്നുള്ളത് അപ്പത്തെ അടുത്ത കാലത്ത് ഉണ്ടായത് ഒക്കെ അങ്ങനെയാണ്. കിട്ടിയത് മുഴുവൻ തിന്നാം. ഇന്നൽ ഇൻസാനിൻ റബ്ബിഹി ലകനൂദ് എന്നൊരായത്തുണ്ട്. എന്താ കനൂദിന്റെ അർത്ഥം എന്നറിയോ? കനൂദ് എന്നാൽ അല്ലത് യൗക്കുലു വഹദഹു, ഒറ്റക്ക് തിന്നാം. അവന് കിട്ടിയത് മുഴുവനും വാതിലണ്ടടക്കുക. അവനൊരു കുട്ടിയും ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പം നാം പുതിയ പ്രസിഡന്റ് വന്നപ്പോ മാറ്റിയതാ. ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു നാം 2, നമുക്ക് 2, പിന്നുണ്ടായിരുന്നു നാം 1. ഇപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി മാനവവിഭവശേഷിയിലുണ്ട് കഷ്ടപ്പെട്ടു ഒരു രാജ്യം. എത്ര വലിയ സംഗതിയാ. ഹബീബായ നബി പറഞ്ഞത് പരമാവധി കുട്ടികൾ ഉണ്ടാവട്ടെ എന്നാണ്. മനുഷ്യൻ പെരുക്കുന്നത് നന്മയല്ലേ? പിന്നെ ഭൂമിയുടെ സന്തുലിതത്വം നിങ്ങളാണോ നിയന്ത്രിക്കുന്നത്? എത്ര ആളിവിടെ പുറത്തേക്ക് ഔട്ടാക്കണം, എത്ര ആളെ കുഴിച്ചിടണം തീരുമാനിക്കാൻ നമ്മളല്ലല്ലോ. ആരോഗ്യ ദൃഢഗാത്രന്മാരായി നടന്നല്ലോ കുറച്ചാളുകൾ. എത്ര ആളാ മരിച്ചുപോയത്? ഇന്നലെ മിനിഞ്ഞാന്ന് എത്ര ആളാ മരിച്ചുപോയത്? 40,000-ഓളം ആളുകൾ എന്നല്ലേ പത്രത്തിന്റെ കണക്ക്. 40,000 ആള് സെക്കൻഡ് കൊണ്ട് മരിച്ചുപോയില്ലേ? നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതിന് ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. മാനവ വിഭവം കൊണ്ട് നേട്ടേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും കോട്ടണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട ദീന് പഠിപ്പിച്ചിട്ടുണ്ട്.